ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സിട്രസ് ജ്യൂസ്. സിട്രസ് ജ്യൂസ് എന്ന് പറയുമ്പോൾ എന്താ ഇത്ര വെറൈറ്റി എന്ന് തോന്നുന്നില്ല, പക്ഷേങ്കിൽ വെറൈറ്റി ഉണ്ട്. നമ്മൾ പൊതുവെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് പ്ലസ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണല്ലോ. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് സിട്രസ് ആണ് ഞാൻ ജ്യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ സിട്രസ് പ്ലസ് ഷുഗറിന് പകരം നമുക്ക് സാൾട്ട് ആഡ് ചെയ്യാം. അപ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. പക്ഷേങ്കിൽ ഞാൻ ഓൾറെഡി കുടിച്ചിട്ടുള്ളത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്, അതുകൊണ്ടാണ് ഒന്ന് ചെയ്ത് നോക്കാമെന്നാണ്. നമ്മൾ അച്ഛനും അമ്മയും ആ കോമ്പിനേഷനിൽ ജ്യൂസ് കുടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടി സിട്രസ് ജ്യൂസ് ചെയ്യാം. അപ്പം ജ്യൂസിനുള്ള സിട്രസ് ഇവിടെ റെഡിയാണ്. ഇത് കട്ട് ചെയ്യണം. നമ്മൾ വെള്ളം ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനൊരു 4 സിട്രസ് എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. വെള്ളം നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല. നമ്മുടെ ഐസ് ക്യൂബ് തണുപ്പിന് മാത്രമല്ല, പിന്നെ ഇതിനും ചെറിയ തണുപ്പുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട്. ഉപ്പിട്ടിട്ടുള്ള സിട്രസ് ജ്യൂസ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ദുബായ് മെട്രോ എന്നാണ്. അവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 10 ദിർഹം അല്ലെങ്കിൽ കാർഡ് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ കിട്ടും. അവിടെ സ്ട്രോയും അതേപോലെ തന്നെ ഉപ്പിൻ്റെ പാക്കറ്റും അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഒട്ടും വെള്ളം ഒഴിക്കാത്തുള്ള പ്യുവറായിട്ടുള്ള സിട്രസിൻ്റെ ജ്യൂസാണ് അവിടെ നിന്ന് കിട്ടുക. ഉപ്പിടണമെന്ന് നിർബന്ധമില്ല, അത് നമുക്ക് ഓപ്ഷണലായിരുന്നു അവിടെ. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ജ്യൂസ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മിക്സിക്കൂട്ടിനെ പറ്റി പറഞ്ഞാൽ ഭയങ്കര മോശം. ഇവൻ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് 5 വർഷമായി എന്നാണ് തോന്നുന്നത്. ആ സമയത്ത് ഒരു ഫൈക്കോ ഒക്കെ ഉണ്ടായിരുന്നു. പാനസോണിക്കിൻ്റെ ഐറ്റമാണിത്. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫിൽറ്റർ ജാർ ഉള്ളതാണ്. നമ്മൾ സെപ്പറേറ്റ് അരിപ്പ എടുത്ത് അരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൽ നിന്ന് തന്നെ ഫിൽറ്റർ ചെയ്ത് ജ്യൂസ് കിട്ടും. ആ സമയത്തൊക്കെ ആ ഒരു ഫീച്ചർ, അതേപോലെ തന്നെ 4 ജാറ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സാധനമൊക്കെ ആയിരുന്നു. ഫൈനലി സിട്രസ് ജ്യൂസ് റെഡിയാണ്. നമ്മൾ കുറച്ച് ഐസ് ക്യൂബിൽ നമ്മൾ പാളിപ്പോയി, ഐസ് ക്യൂബ് റെഡി ആയിട്ടില്ലായിരുന്നു. അതിൻ്റെ അത് കുറച്ചെടുത്തിട്ട് പിന്നെ ഉപ്പും എടുത്തു. ഇനിയിപ്പം അമ്മക്ക് കൊടുക്കുക, അച്ഛവിടെ ഇല്ല. അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുന്നത് നോക്കാം. മമ്മി ചൂതൊന്നും എങ്ങനെയുണ്ട്? കാര്യമായിട്ട് പറ, നമ്മളിപ്പോ നല്ലതാ, അതും കുടിക്കും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലേ? ഉപ്പിട്ടിട്ടുള്ളതാ, വെറൈറ്റി ആക്കിയത്. സത്യം തന്നെയല്ലേ? നല്ല തന്നെയല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്.